നമ്മുടെ ഒരു ബിരിയാണി വാങ്ങിയാൽ തന്നെ ഒരാൾക്ക് ഫുള്ളും വയറ് നിറയും. അത്രയും റൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താത്ത വയറ് നിറഞ്ഞല്ലോ, എന്തിനാ അത്ര വലിയ റൈസ്, ഇത്രയൊന്നും കൊടുക്കാതെന്ന് അവരിങ്ങടാ പറയുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാട് പട്ടാണി തെരുവിലെ ബിഗ് ബസാർ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ലൈലത്തയുടെ ബിരിയാണി കടയിലാണ്. ഈ ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാന്ന് പറയണു. അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ അമ്മമാർ വെക്കണ പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നല്ല ബിരിയാണി നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിക്കണത്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലെ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിൽ ഒന്നും ചേർക്കണമൊന്നുമില്ല, അജിനോമോട്ടോ അങ്ങനത്തെ ഒന്നും നമുക്ക് ശരീരത്തിന് കേടായിട്ടുള്ള ഒന്നും ചേർക്കണില്ല. 1 മണി സാധാരണ 2-2:30 ആകുമ്പോഴത്തേനും എൻ്റെ ബിരിയാണി കഴിയും. രാവിലെ തന്നെ വിളിക്കാൻ തുടങ്ങും ആൾക്കാർ, ആയോ പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങും. ഇന്ന് വരെ ഞങ്ങളുടെ ഭക്ഷണത്തിന് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല, നാളെയും വരില്ല. അങ്ങനെയാണ് കൊടുക്കണം ഭക്ഷണം. പിന്നെ ബക്കറ്റ് ബിരിയാണി കൊടുക്കുന്നുണ്ട്, 650 രൂപയുടെ 6 ആൾക്ക് കഴിക്കാം. പിന്നെ 400 രൂപേൻ്റെ ചെറിയ ബക്കറ്റ് ബിരിയാണിയും കൊടുക്കുന്നുണ്ട്. കൂലിപ്പണിക്കാർക്ക് ഒരു 90 രൂപ പറയുമ്പോൾ വേഗം വന്ന് ബിരിയാണി വാങ്ങാം. 100-150 ആകുമ്പോൾ അവർ ആലോചിക്കും ബിരിയാണി കഴിക്കണോ കഴിക്കണ്ടയോ എന്ന്. ഇതാകുമ്പോൾ 90 രൂപയിലേ ഉള്ളൂ. താത്ത ഞങ്ങൾക്ക് രാവിലെ തന്നെ ബിരിയാണി പോകുമ്പോൾ പറയും, അവരെടുത്ത് വെക്കി പറയും. പണിക്കാർ നിറയെ കൂലിപ്പണിക്കാർ വന്ന് ഉച്ചയ്ക്ക് കഴിക്കും. താത്ത നല്ല ബിരിയാണിയാണ്, തൃപ്തിയായി ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു പറഞ്ഞിട്ട് പോകും. നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ. 3 പീസ് ചിക്കനാണ്, പിന്നെ അതേമാതിരി തന്നെ ഒരു എഗ്ഗ് ഉണ്ട്, പിന്നെ കച്ചമ്പറ്, അച്ചാർ, ഇതൊക്കെ. പിന്നെ അതിന് പുറമെ കാച്ചാറും ഉണ്ട്. അത് പാലക്കാടൻ ബിരിയാണീൻ്റെ ഒരു കൂടപ്പിറപ്പാണല്ലോ ഒരു കാച്ചാറ്, അതും ഇവിടെ ഉണ്ട്. അപ്പം നല്ല സ്മൂത്ത് ഉണ്ട് ചിക്കനും. അപ്പം നമുക്ക് കുറച്ച് കാച്ചാറ് കൂട്ടിയിട്ട് കഴിക്കാം. കഴിച്ച് നോക്കാം. ഇവ മാങ്ങയാണ്, മാങ്ങയും കൂട്ടിയിട്ട് സൂപ്പറായിട്ടുണ്ട്. മാങ്ങയും കൂട്ടിയിട്ടുള്ള കാച്ചാറ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചോറ് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. അതും വേറൊരു ടേസ്റ്റിൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, നന്നായിട്ടുണ്ട്. പാലക്കാടൻ ബിരിയാണി ഞാൻ അങ്ങനെ കഴിക്കാറില്ല, കഴിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ ആരും മറക്കണ്ട. പാലക്കാട് വരുന്ന സമയത്ത് ഈ പട്ടാണി തെരുവിൽ വരിക, താത്താൻ്റെ ബിരിയാണി വാങ്ങി കഴിക്കുക, അടിപൊളിയാണ്. പിന്നെ താത്താനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത മാതിരിയാവും. പാവപ്പെട്ട ഒരു താത്തയാണ്, അവരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുന്നവർ ഈ ഒരു ബിരിയാണി വാങ്ങി കഴിച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.